വീണ്ടും വിവാദ പരാമർശവുമായി അലഹബാദ് ഹൈക്കോടതി. പീഡനക്കേസിൽ ഇരയായ പെൺകുട്ടിയാണ് അക്രമത്തിന് ഉത്തരവാദിയെന്ന് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി സഞ്ജയ് കുമാർ സിംഗ്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടായിരുന്നു കോടതി ഉത്തരവിട്ടത്. വിവരങ്ങളുമായി സ്വാതി സന്തോഷ്. സ്വാതി, നിരന്തരമായി ഇത്തരത്തിൽ അലഹബാദ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ബലാത്സംഗത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് പെൺകുട്ടികളുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് ഇത്തരത്തിൽ ബലാത്സംഗത്തിനുള്ള ശ്രമമായി കാണാനാകില്ല എന്നതടക്കം പറഞ്ഞ് വിവാദമായിരുന്നു. ഇപ്പോഴെന്താണ് മറ്റൊരു വിവാദ പ്രസ്താവന? അജിംഷാദ്, അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വിവാദ സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടായിട്ടുള്ളത്. പീഡനക്കേസുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് ഈ പീഡനത്തിൽ അക്രമത്തിന് ഇരയാവാൻ കാരണം പെൺകുട്ടി ഉത്തരവാദിയാണ് എന്നുള്ള പരാമർശമാണ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ സിംഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഉത്തരവ് ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അലഹബാദ് ജഡ്ജിയുടെ ഭാഗത്തു നിന്നും മാറിടത്തിൽ സ്പർശിക്കുന്നതും പെൺകുട്ടിയുടെ പൈജാമയുടെ ചരട് വലിച്ചു പൊട്ടിക്കുന്നതടക്കം ഒരു പീഡന ശ്രമമായിട്ടോ ഒന്നും കണക്കാക്കാൻ കഴിയില്ല എന്നുള്ള വിവാദമായിട്ടുള്ള വിധി നേരത്തെ ഉണ്ടായിരുന്നു. അത് വലിയ തരത്തിൽ ചർച്ചയാകുന്നതിനിടെയാണ് ആഴ്ചകൾക്കിപ്പുറം വീണ്ടും ഇത്തരത്തിലൊരു ഉത്തരവ് ഹൈക്കോടതിയിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു അല്ലേ? അതെ, സുപ്രീം കോടതി സ്റ്റേ ചെയ്ത വിധിയാണ് അലഹബാദ് ഹൈക്കോടതി. മാത്രമല്ല, അത് വലിയ ചർച്ചകൾക്കൊക്കെ ഇടം വന്ന കാര്യമാണ്. മാത്രമല്ല, ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയും വിവാദമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും അതിന് സമാനമായൊരു ഉത്തരവ് ഈ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വലിയ ആശങ്കയായി ഉയർത്തുന്നത്. ഈ പെൺകുട്ടി ആരോപിച്ചത് ഈ പെൺകുട്ടി ബിരുദധാരി വിദ്യാർത്ഥിനിയാണ്, പേയിങ് ഗസ്റ്റായാണ് താമസിച്ചു വന്നത്. എന്നാൽ സുഹൃത്തുക്കളുമായി ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയുണ്ടായി. അതിനുശേഷം പുലർച്ചെ 3 മണിയോടെ ഈ പെൺകുട്ടിയെ സുഹൃത്ത് ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എന്നാൽ 2 തവണ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ ആരോപണങ്ങളെ തള്ളിക്കൊണ്ടായിരുന്നു ജഡ്ജി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാത്രമല്ല, പ്രതിക്ക് ജാമ്യം നൽകുകയും ചെയ്തു. അപ്പോൾ ജഡ്ജി ചൂണ്ടിക്കാണിക്കുന്നത് പെൺകുട്ടി സ്വയം താല്പര്യത്തിൽ ലൈംഗിക താല്പര്യം ഉണ്ടായിരുന്നുവെന്നും സ്വയമേ അതിന് വഴങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാദി ഭാഗത്തിന് പോലും ഇതിൽ എതിർപ്പുണ്ടാവില്ല എന്നും പീഡനം നടന്നിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നും ജഡ്ജി ഇപ്പോൾ ആ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പരാമർശം, ഒരു സ്ത്രീവിരുദ്ധ പരാമർശം ഒരിക്കലും ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ കഴിയാത്തതാണ്. വലിയ വിമർശനങ്ങൾ ഈ വിവാദ പരാമർശത്തിന് പിന്നാലെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ച പോലെ അലഹബാദ് ഹൈക്കോടതിയിൽ നേരത്തെയും ഈ സമാനമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ വലിയ ആശങ്ക ജനങ്ങൾക്കടക്കമുള്ളൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പരാമർശം അലഹബാദ് ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്.